Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. റെക്കമെൻഡേഷനിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് എത്തിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥന പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, നിങ്ങളോട് വീണ്ടും ഒന്ന് പോയിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പറയണത്. അപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് എടുക്കല. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്വിഗ്ഗിയും സാംസങ്ങും ഇൻസ്റ്റാമാർട്ടും കൂടിയിട്ട് ഒരു വലിയൊരു ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി സാംസങ്ങിന്റെ പ്രൊഡക്ട്സ് നിങ്ങൾ ഇൻസ്റ്റാമാർട്ടിൽ കൂടെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളെ വീട്ടിലേക്ക് ഡെലിവറി എത്തുന്നതാണ്. സ്വിഗ്ഗി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. അതാണ് സ്വിഗ്ഗിയുടെ പ്രത്യേകത. സൊമാറ്റോ പോലെ തന്നെയാണ് സ്വിഗ്ഗി. അവരുടെ ഒരു സബ് ബ്രാൻഡാണ് ഇൻസ്റ്റാമാർട്ട്. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമ്മൾ സാംസങ് ഡിവൈസുകൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിൻ്റെ നിമിഷം കൊണ്ട് അവർ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഡെലിവറി എത്തിക്കുന്നതാണ്. പ്രൊഡക്ട്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഡിവൈസുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ ഇതിൽ. അതായത് സാംസങ്ങിൻ്റെ ഫോണ്, സാംസങ്ങിൻ്റെ ടാബ്, സാംസങ്ങിൻ്റെ വാച്ച്, സാംസങ്ങിൻ്റെ റിങ് മുതലായവ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് എത്തിക്കുന്ന ഡെലിവറിയാണ്. ചില സമയത്ത് അറിയാലോ, നാട്ടിലത്തെ കാര്യങ്ങളാണ്, ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ കയറിയിട്ട് ഡെലിവറി ചെയ്യുന്ന പിള്ളേരെ കയറിയിട്ട് ഞൊണ്ടാനും തെറി പറയാനും നിൽക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് അഭിപ്രായം പറയാനുള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ഒരു അപ്ഡേറ്റ് ഇത് നമ്മുടെ റഷ്യൻ കൺട്രിയിലേക്ക് വരുന്ന ഒരു അപ്ഡേറ്റും കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു ന്യൂസ് അപ്ഡേറ്റ് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകണം. റഷ്യയിൽ ഇനി ഫേസ് ടൈം അതേപോലെ സ്നാപ്ചാറ്റ് ബാൻ ചെയ്യാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കുന്നുണ്ട്, എസ്പെഷ്യലി ഫോർ ഫേസ് ടൈം. കാരണം അതിൽ ഒരുപാട് നിങ്ങൾക്ക് അറിയാമല്ലോ, ആപ്പിളിൻ്റെ സാധനമാണ്, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ട്. പിന്നെ അത് കാരണത്താൽ നമ്മുടെ സമ്മതം ഇല്ലാണ്ട് അവർക്ക് തുറക്കാൻ പറ്റില്ല. ഗവൺമെൻറ്റിന് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ല, കാരണം സെക്യൂരിറ്റി റീസൺസ് ആണ്. അതേപോലെ തന്നെ സ്നാപ്ചാറ്റിലും. അപ്പോൾ ഈ സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത് ഒരു നമ്മളെ ഇൻസ്റ്റാഗ്രാമൊക്കെ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ നമുക്ക് ഒരുപാട് കോൺവെർസേഷൻസും കാര്യങ്ങളും ഇമോജിയും അതും ഇതൊന്നും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. പക്ഷെ അതിലും ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ഉണ്ട്. അത് കാരണത്താൽ അവിടെ ബാൻ നടക്കാൻ പോവുക ഈ 2 ആപ്ലിക്കേഷനും, ഫേസ് ടൈമിനും അതെ, സ്നാപ്ചാറ്റിനും അതെ. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് പോലും ഈ ഫേസ് ടൈമിലും സ്നാപ്ചാറ്റിലും നമ്മുടെ റഷ്യയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് റഷ്യൻ ഗവൺമെൻറ് ഈ 2 ആപ്ലിക്കേഷൻസ് മൊത്തത്തിൽ ബാൻ ചെയ്യാൻ പോകണം. ഇനി ബാനുകൾ വരാൻ പോകുന്ന ആപ്ലിക്കേഷൻസിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഷംസി ഫോർ ടെക് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും, പിന്നെ ഒന്ന് കമൻറ്റും ചെയ്യുക. OnePlus 15ൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെയാണ്. അതായത് OnePlusൻ്റെ 15 165 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണല്ലോ. അപ്പോൾ ഈ 165 റിഫ്രഷിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 3 ആപ്ലിക്കേഷന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ഒന്ന് വാട്സാപ്പ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം, പിന്നെ എലോൺ മസ്കിൻ്റെ എക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും സ്ട്രേറ്റ് 165 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റിൽ വർക്ക് ചെയ്യും. പിന്നെ ചില ഗെയിമുകൾ നമ്മൾ ഗെയിമിൻ്റെ സെറ്റിങ്സിൽ പോയാൽ നമുക്കത് 165 ഹെർട്സിൽ കളിക്കാം. പക്ഷേ ഗെൻഷിൻ ഇമ്പാക്റ്റ് പോലത്തെ ഗെയിംസുകൾ നമുക്ക് ലൈക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 90 ഹെർട്സ് റിഫ്രഷ് റേറ്റിലൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. ഇതാണ് അപ്ഡേറ്റ് പറയാനുള്ളത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, OnePlus 15 യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റേബിളായിട്ട് വരുന്ന അപ്ഡേറ്റ് വന്നാൽ മാത്രം പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ബേറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്. റിസ്ക് സിയോസ്. OnePlusൻ്റെ 15R എന്ന് പറയുന്ന മോഡൽ ഡിസംബർ 17-ാം തീയതി നമ്മുടെ ചൈനയിൽ ലോഞ്ചിങ് ചെയ്യാൻ പോവുകയാണ്. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. വേൾഡിലെ ഫസ്റ്റ് ചിപ്സെറ്റാണ്. ഞാൻ അത് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിമൈൻഡറാണ്, ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയിൽ പറയാണ്, OnePlus 15R ഇറങ്ങാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 5 വേൾഡിലെ ഫസ്റ്റ് ചിപ്സെറ്റാണ്.
അതും 165 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, 7400 mAh കാർബൺ സിലിക്കൺ ബാറ്ററി, 80 വാട്ട്സിന്റെ സൂപ്പർ ഹൂക്ക് ചാർജർ, പിന്നെ 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ IP68, IP69, IP69K വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതായത് ഹൈ വാട്ടർ ഡെൻസിറ്റി പ്രഷർ അടക്കം ഇതിന് താങ്ങാൻ പറ്റുന്ന ഒരു ഫോണും കൂടിയാണ്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഇത് 6.7 ആമോലെഡ് സ്ക്രീനാണ്, 165 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ആണ് വെച്ചിട്ട് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇത് അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്, അതായത് 1 ഹെർട്സ് to 120 അഡാപ്റ്റും ചെയ്യും. പിന്നെ 165 ഡിപ്പെൻസ് അപ്പോൺ ദ ആപ്ലിക്കേഷനും ഡിപ്പെൻസ് അപ്പോൺ ദ ഗെയിമും അത് 165 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് ഇത് 165 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ് വരും. പക്ഷേ ആ ഒരു അപ്ഡേറ്റ് ഞാൻ ലേറ്റർ ഓൺ പറയുന്നതാണ്. OnePlus എന്തായാലും ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരും. പക്ഷേ ഗെയിം സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് 165 വർക്ക് ചെയ്യും. പക്ഷെ അത് പർട്ടിക്കുലർ ഗെയിംസിന് മാത്രമേ 165 വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അഡാപ്റ്റ് ചെയ്യാം. അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ LTP ആയിട്ട് മാറും. അതായത് 1 ഹെർട്സ് to 120 ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചറാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞത്. അപ്പോൾ ഈസിയാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇത് അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് 1 to 165. നേരത്തെ എനിക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധാരണ ഇപ്പോൾ ഞാൻ മാറ്റി. ഇപ്പോൾ നിലവിൽ അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പറയാണ് 1 to 120 ചെയ്യാൻ പറ്റും. ഗെയിം കളിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് 165 നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ ബൈപ്പാസ് ചാർജിങ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോണും കൂടെ. പിന്നെ ഇത് LPDDR-ന്റെ 5X UFS 4.1 ആവുന്നതാണ് എൻ്റെ ഒരു ബെറ്റർ അഭിപ്രായം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈവൻ 4.0 ആയാലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പോയിട്ട് റെൻഡേഴ്സ് ഒക്കെ കാണാൻ പോയിട്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ HBO Max, വാർണർ ബ്രോസ് സിനിമാസിൻ്റെ പ്രൊഡക്ഷൻ ടീമുകൾ ഒക്കെ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തിരിക്കണം. എസ്റ്റിമേഷൻ ഡോളർ അവർ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ $86 ബില്യൺ ഈ 3 കമ്പനികളെയും ഒരുമിച്ചിട്ട് നെറ്റ്ഫ്ലിക്സ് മേടിച്ചത്. ഇനി HBO Maxന്റെ വീഡിയോസുകളൊക്കെ നമുക്ക് ഇനി നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് കാണാൻ പറ്റും. വാർണർ ബ്രദേഴ്സിൻ്റെ സിനിമകളും ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ്ലി നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് കാണാൻ പറ്റും. ആകെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ മാത്രം എടുത്താൽ മതി. ഈ വാർണർ ബ്രദേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാർണർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 ജ്യേഷ്ഠനും അനിയന്മാരും ഒരു കമ്പനിയാണ് വാർണർ ബ്രദേഴ്സ്. അവർ മാട്രിക്സ് ഒക്കെ അവർ ഒരു വലിയ റിസ്കിലൊക്കെ എടുത്തിട്ട് വിജയിച്ച ഒരു സിനിമയാണ്. ഹൈ ബഡ്ജറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പടത്തിൽ നിന്നും. ഹേറ്റേഴ്സ് ടു ഡൗട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് വാർണർ ബ്രദേഴ്സ്. ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. അതിലൊരു സിനിമയാണ് മാട്രിക്സ്. ജെൻസി പിള്ളേർ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് മാട്രിക്സ് കാണാമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനി നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അതൊരു സത്യാവസ്ഥയാണ് പറയാനുള്ളത്. ഇനി ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം, ഈ ആമസോൺ പ്രൈം ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ടൈറ്റിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. കൊറിയൻ സീരീസ് ആണെങ്കിൽ വെറും കൊറിയൻ സീരീസ്, ഹിന്ദി സീരീസ് ആണെങ്കിൽ മാത്രമേ ഹിന്ദി സീരീസ്. അത് എടുത്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ വെച്ചോ കുഴപ്പമൊന്നുമില്ല, കൊറിയൻ സീരീസും നല്ല സീരീസുകൾ തന്നെയാണ്. പക്ഷെ അത് മാത്രമായിട്ട് ഒരു സെർച്ച് ഹിസ്റ്ററി വരരുത്. അതിന് പകരം ഈ HBO Maxലുള്ള മൂവീസോ TV സീരീസോ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ HBO-ന്റെ അണ്ടറിൽ വരുന്നതാണ്. അതേപോലത്തെ കയ്യിലേക്ക് കൊണ്ടുവരും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ നെറ്റ്ഫ്ലിക്സ് തുറന്നിട്ട് കുറേ കാലമായി. ഇപ്പോൾ ഞാൻ തുറന്നിട്ട് എന്താ പറയുക, എനിക്ക് ഫീൽ ചെയ്തൊരു ഡിസാസ്റ്റർ ഇതാണ്. അതിനെക്കാട്ടും ബെറ്റർ ആമസോൺ പ്രൈം ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ഞാനിപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കണില്ല. അതാണ് എൻ്റെ നിലവിലുള്ള ഒരു കാര്യം. അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഒന്ന് പോയിട്ട് ലൈക്ക് ചെയ്യാം. ഈ തീരുമാനം നെറ്റ്ഫ്ലിക്സ് എടുത്തത് നല്ലൊരു തീരുമാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടിയിലൊന്ന് പോയിട്ട് കമൻറ്റ് ചെയ്യാം. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് കടന്നാലോ? ലാസ്റ്റത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്ന റിയൽമിയുടെ P4X എന്ന് പറയുന്ന മോഡൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഡിസംബർ 10 ലോഞ്ചിങ്. ഇതൊരു കിടുക്കാച്ചി സ്മാർട്ട് ഫോണും കൂടിയാണ്. ഇതൊരു മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ്. ഡിമെൻസിറ്റിന്റെ 7400 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു LTPS ഡിസ്പ്ലേ ആണ്. അതായത് ഒരു 60 to 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇത് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഏത് ഗെയിമാണോ കളിക്കുന്നത് ആ ഗെയിമിനനുസരിച്ചിട്ട് ഇത് 144
ചെയ്യാൻ ഇതിന് ഓപ്ഷൻ ഇല്ല. പക്ഷേ ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇത് 144 Hz ചെയ്യും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈക്ക് 60 to 144 നിങ്ങൾക്കിത് സ്വിച്ച് ചെയ്യാം. അതാണ് LTPS എന്ന് പറയുന്നത്. ഇത് അഡാപ്റ്റീവ് അല്ല. പിന്നെ ഇത് 8GB റാമാണ്, 256 GB സ്റ്റോറേജ്. പിന്നെ ഇത് LPDDR4X റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. UFS നമുക്ക് ഒരു 2.2 സിസ്റ്റം ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. അല്ലെങ്കിൽ ഇതൊരു 3.1 ആണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇതൊരു ഉഗ്ര സ്മാർട്ട് ഫോണും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ Full HD+ ആണ് വരുന്നത്. പിന്നെ 7000 mAh ബാറ്ററി, പിന്നെ 45 വാട്ട്സിൻ്റെ ചാർജർ, അതും സൂപ്പർ വൂക്ക് ചാർജറാണ് വരുന്നത്. പിന്നെ റിയൽമിയുടെ UI 6.0 ആണ് വരുന്നത്. ആൻഡ്രോയിഡിൻ്റെ 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റും വരുന്നുണ്ട്. പിന്നെ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ബിൽറ്റിന് വരുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോൾ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ്, ഹീറ്റ് ഡെസിപ്പേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ FPS ഗെയിം കളിക്കുമ്പോൾ BGMI, കോൾ ഓഫ് ഡ്യൂട്ടി, മൊബൈൽ ലെജൻസ് പോലത്തെ ഗെയിമുകൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ 90 FPS മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. 144 Hz റിഫ്രഷ് റേറ്റ് ഈ പറഞ്ഞ ഗെയിമുകളിലൊന്നും വർക്ക് ചെയ്യില്ല. ആപ്ലിക്കേഷൻ ഏതാണ് നിങ്ങൾ തുറക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും 144 വർക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ പേജ് സ്ക്രോൾ ചെയ്യണ സമയത്തായിരിക്കും നിങ്ങൾക്ക് 144 വർക്ക് ചെയ്യുക. ചില സമയത്ത് അത് 60 Hz മാറാൻ സാധ്യതയുണ്ട്. ഇതാണ് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ നല്ലൊരു പ്രൈസ് സെഗ്മെൻ്റ് ആവണം. ഒരു 20-25,000 ഉള്ളിലാണ് ഈ ഒരു ഫോൺ റിയൽമി P4X വരുന്നുണ്ടെങ്കിൽ പോയിട്ട് മേടിക്കാമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടിപൊളി ഫോണാണ്. വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്, PUBG, മോഡേൺ വാർഫെയർ, പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി, മൊബൈൽ ലെജൻസ് കളിക്കുന്ന ഭ്രാന്തന്മാരുണ്ടെങ്കിൽ പോയിട്ട് മേടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ മേടിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും കിട്ടും. നല്ല ബിൽഡ് ക്വാളിറ്റി കൂടിയൊരു ഫോണും കൂടിയാണ് ഈ റിയൽമി P4X. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യോജിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു goodbye.